100 200 അല്ല, അടുത്ത 3 വർഷത്തിനുള്ളിൽ ഏകദേശം 4000 തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനുള്ള പദ്ധതിയാണ് സിംഗപ്പൂരിലെ ഏറ്റവും വലിയ ബാങ്കായ DBS ലക്ഷ്യമിടുന്നത്. ജീവനക്കാർക്ക് പകരം നിർമ്മിത ബുദ്ധിയെ ഉപയോഗിക്കാനാണ് തീരുമാനം. താൽക്കാലിക കരാർ ജീവനക്കാരുടെ തസ്തികകളാണ് ഒഴിവാക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്ന വേളയിൽ ജീവനക്കാരുടെ എണ്ണം കുത്തനെ കുറയും. പക്ഷേ നിലവിൽ സ്ഥിരം ജീവനക്കാർ ആശങ്കപ്പെടേണ്ട എന്നാണ് അധികൃതർ പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് ഏകദേശം 1000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് DBSന്റെ സ്ഥാനമൊഴിയുന്ന CEO പീയൂഷ് ഗുപ്ത പറഞ്ഞു. സിംഗപ്പൂരിൽ എത്ര ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്ന കാര്യത്തിൽ കമ്പനിയുടെ തീരുമാനമുണ്ടായിട്ടില്ല. അടുത്ത 3 വർഷത്തിനുള്ളിൽ നിർദ്ദിഷ്ട പ്രോജക്റ്റുകളിൽ പ്രവർത്തിക്കുന്ന തങ്ങളുടെ 19 വിപണികളിലായി ഏകദേശം 4000 താൽക്കാലിക ജീവനക്കാരെ ഒഴിവാക്കാൻ AI സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി DBS വക്താവും അറിയിച്ചു. DBSൽ 8000 മുതൽ 9000 വരെ താൽക്കാലിക കരാർ തൊഴിലാളികളാണ് നിലവിൽ ജോലി ചെയ്യുന്നത്. ഏകദേശം 41,000 പേരാണ് ബാങ്കിന് ആകമാനമുള്ള ജീവനക്കാർ. DBS AI സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപം നടത്തുന്നതായി ഗുപ്ത നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. മാർച്ച് അവസാനം ഗുപ്ത കമ്പനിയിൽ നിന്നും വിരമിക്കുകയാണ്. നിലവിലെ ഡെപ്യൂട്ടി CEO ടാൻ ഷൂസാനാണ് പിൻഗാമിയായി എത്തുന്നത്. ലോകമെമ്പാടുമുള്ള എല്ലാ ജോലികളിലും ഏകദേശം 40% AI ബാധിക്കുമെന്ന് നേരത്തെ തന്നെ അന്താരാഷ്ട്ര നാണയനിധി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇത്തരം തീരുമാനങ്ങളും പുറത്തുവരുന്നത്. AI മൊത്തത്തിലുള്ള അസമത്വം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും IMF മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലിന ജോർജിയേവ പറഞ്ഞിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.